ഹലോ ഹായ് കൂട്ടുകാരെ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷമാണ് കേട്ടോ. നമ്മുടെ വീടിന് റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ വീടിന് ഫ്രണ്ടിലൂടെയുള്ള റോഡിലൂടെ ആഘോഷങ്ങൾ പോകുന്നത് ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. ഞാനിങ്ങനെ ഇത്ര അടുത്തായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ വേഷവും രാധയുടെ വേഷമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൗതുകമായിട്ട് തോന്നി. കാരണം കുഞ്ഞു കുട്ടികളല്ലേ, അവർ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. നല്ല മേക്കപ്പൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്ര ഇങ്ങനെ അടുത്തായിട്ട് കാണുമ്പോഴേ നമുക്ക് കുറേ ദൂരെ നിന്നിട്ടൊക്കെയാണ് കാണാറുള്ളൂ. ഇത് തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് നടക്കാൻ, ചില കുട്ടികളൊക്കെ ഭയങ്കര നടക്കാൻ വയ്യാഞ്ഞിട്ട് അമ്മമാരൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നാലും അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് നടക്കാൻ വയ്യല്ലോ. അപ്പം അമ്മമാരവിടെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നാലും തലയിൽ വെച്ചതൊന്നും എടുത്തിടുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. മേക്കപ്പൊക്കെ അതേപോലെ തന്നെ ഉണ്ട്, ഒന്നും നാശാക്കിയിട്ടൊന്നുമില്ല. എല്ലാവരും നല്ല ചുന്ദരി കുട്ടികളും ചുന്ദരന്മാരൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നമ്മൾ ശരിക്കും നേരിട്ട് അടുത്ത് തന്നെ കണ്ടു. കുറേ പേരുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് കുട്ടികളെ കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇതാ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് വീഡിയോ എടുത്താണ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്കറിയില്ല. ഹിസ്റ്ററി ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്നത് എന്താണ് സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഞാൻ കണ്ട് അത് ആസ്വദിച്ചു. കണ്ടോ, സൂപ്പറായിട്ടില്ലേ? ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ ഇത് വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കറിയാത്തത്. കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് കുട്ടികളെങ്ങനെ എന്താ പറയുക, ഭയങ്കര രസമായിട്ട് കുഞ്ഞു കുട്ടികൾ